ഗുഡ് മോർണിംഗ് ഫ്രം കപ്പഡോക്യ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് എയർ ബലൂണാണ് കേട്ടോ. നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ആവുന്നത് ഹോട്ട് എയർ ബലൂണിൽ നിന്നാണ്. അപ്പോൾ ഒരു മോർണിംഗ് 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വണ്ടിയിൽ നമ്മൾ മാത്രമല്ല വേറെയും കുറച്ച് കപ്പിൾസ് ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. അങ്ങനെ അവർ നമ്മളെ കൊണ്ടുവരുന്നത് ഈ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ. നമുക്ക് അവരൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തരും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ ഇത് വീർപ്പിച്ചെടുക്കണത് കാണാൻ തന്നെ. അങ്ങനെ അവർ ഇതിനകത്തേക്ക് കയറ്റുമ്പോൾ നമ്മുടെ ഒപ്പം വേറെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഈ പേജൊക്കെ തരും. അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്മൂത്തായിട്ടാണ് കേട്ടോ ഇത് മുകളിലേക്ക് പൊങ്ങണത് തന്നെ. നമ്മൾ പോലും റിയലൈസ് ചെയ്യില്ല ഇത് മുകളിലേക്ക് പൊങ്ങി എന്നുള്ളത്. നമ്മുടെ ചുറ്റിനും കുറേ ഹോട്ട് എയർ ബലൂൺസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ടർക്കി പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഹോട്ട് എയർ ബലൂൺ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ആ ഗ്ലോയിങ് ലൈറ്റ്സും ആ ഫയറും ആ സൗണ്ടും എല്ലാം നല്ല രസമാണ് കേട്ടോ. ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ടൈം സ്കൈയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യണ ഒരു എക്സ്പീരിയൻസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ആ മേളിൽ എത്തിക്കഴിയുമ്പോൾ താഴത്ത് കാണുന്ന ആ ഒരു വ്യൂവും കാര്യങ്ങളും ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാണാൻ തന്നെ. നമ്മളങ്ങനെ മേളിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്ലോലി സൺറൈസ് ആയി തുടങ്ങും കേട്ടോ. അന്നേരം കാണാനുള്ള ഒരു ഭംഗി, ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്സിൽ സ്കൈ മൊത്തം ഇങ്ങനെ കളറായി വരുമ്പോൾ ചുറ്റിനും കുറേ ഹോട്ട് എയർ ബലൂൺസും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം വേൾഡൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മേളിൽ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളെന്തോ ശരിക്കും വേറെ ഒരു ലോകത്താണെന്നുള്ളൊരു ഫീലാവും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ടോട്ടൽ ഫ്ലൈയിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറാണ് കേട്ടോ. അപ്പോൾ ഈ 1 ഹവറിൽ നമുക്ക് കുറേ ഫെയറി ചിമ്നീസ്, ഇവിടുത്തെ യൂണീക്കായിട്ടുള്ള റോക്ക് ഫോർമേഷൻസ്, പിന്നെ ഫേമസ് ആയിട്ടുള്ള റോസ് വാലി, ലവ് വാലി, കുറേ കേവ്സ്, ഇതൊക്കെ നമുക്ക് ഈ ഫ്ലൈയിങ് ടൈമിൽ കാണാൻ പറ്റും കേട്ടോ. ഈ 1 ഹവർ തീരണത് നമ്മൾ അറിയുക പോലില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ടാണ് അവർ നമ്മളെ താഴത്തേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൂടി ഒരു വൈൻ സെലിബ്രേഷൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗ്ലാസ് വൈനും കൂടി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പിരിയണത്. പക്ഷെ പിരിയുന്നതിന് മുന്നേ നമുക്കൊരു ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റും കൂടി അവർ നമുക്ക് തരും കേട്ടോ. അങ്ങനെ ഹോട്ട് എയർ ബലൂണിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ തിരിച്ച് റൂമിൽ കൊണ്ടാക്കി കേട്ടോ. അപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന സ്റ്റേയിൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിപ്സ്, ഓംലെറ്റ്, ബ്രെഡ്, കുറേ ഫ്രൂട്ട്സ്, സ്നാക്സ്, പിന്നെ ഡെസേർട്ട് ഐറ്റംസ്, ചീസ്, നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വണ്ടി വന്നു കേട്ടോ. അപ്പം നമ്മുടെ ഡേ 2 സെക്കൻഡ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ടൂർ ആയിരുന്നു. നമ്മൾ ഈ പ്രാവശ്യം എല്ലാം തന്നെ booking.comൽ നിന്ന് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാം ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ പിക്ക് ആൻഡ് ഡ്രോപ്പും കൂടി നമ്മൾ എടുത്തതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ റെഡ് ടൂറിൽ ഞങ്ങളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊണ്ടുവന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ പോയ അന്ന് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ തൊപ്പിയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്കും കപ്പഡോക്യയുടെ ഹിസ്റ്ററിയും കൾച്ചറും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ റെഡ് ടൂർ നിങ്ങൾക്കൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറേ കേവ്സ്, വാലീസ്, ഫെയറി ചിമ്നീസ്, ഈ യുണീക്കായിട്ടുള്ള റോക്ക് ഫോർമേഷൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിനകത്തേക്കൂടെയൊക്കെ ശരിക്കും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാനൊക്കെ പറ്റും കേട്ടോ. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കപ്പഡോക്യയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഉച്ചിസർ കാസ്റ്റിൽ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ഗോറേമിയിലെ ഓപ്പൺ എയർ മ്യൂസിയം, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഇത് കൂടാതെ തന്നെ പഴയ മൊണാസ്ട്രീസ്, കേവ് ചേർച്ചസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഈ റോക്സിനൊക്കെ ഒരു പ്രത്യേക തരം ഷേപ്പുകളാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ചിലതിനൊക്കെ ഒരു ആനിമൽസിൻ്റെ ഷേപ്പ്, ചിലതിന് ജയൻറ്റ് മഷ്റൂംസിൻ്റെ ഷേപ്പ്. അതുമാത്രമല്ല ഇവിടെയൊക്കെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക തരം എക്സൈറ്റ്മെൻ്റ് അല്ലേ. നമ്മുടെ ഒപ്പം ഫുൾ ടൈം ഒരു ഗൈഡ് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവർ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾക്ക് അവരുടെ ഹിസ്റ്ററി, ഇവിടെ താമസിച്ചിട്ടുള്ള ആൾക്കാരുടെ രീതികൾ, അവരുടെ ഫുഡ് ടൈപ്പ് എല്ലാം അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ.
പിന്നെ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്ന സ്പോട്ട് ഇതാണ് കേട്ടോ, അവനോസ്. അപ്പോൾ അവനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പോട്ട്രിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ട്രഡീഷണൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ഈ പോട്ട്രീസ് എല്ലാം ചെയ്യണത്. ഇത് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ലൈവായിട്ട് ഒരാളിങ്ങനെ ഉണ്ടാക്കണത് കാണുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഈസിയാണെന്ന്, പക്ഷെ കാണുന്ന അത്ര ഈസി അല്ല. ഈ ചേട്ടൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളിൽ ഒരാൾക്ക് ഒരു ചാൻസും കൂടി കിട്ടും കേട്ടോ അവിടെ പോയിരുന്ന് ട്രൈ ചെയ്യാൻ. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് കാണുന്ന അത്ര ഈസി അല്ല എന്ന്. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പുള്ളി അത് ചെയ്തെടുക്കുന്നത്. നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ അത് ഉണ്ടാക്കിയെടുക്കും. അപ്പം അങ്ങനെ നമ്മുടെ പോട്ട്രിയുടെ സെഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് കുറേ ഷോപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് പ്ലേറ്റ്സ് തുടങ്ങിയിട്ട് വൈൻ പോർ ചെയ്യണ ഗ്ലാസ്സസ്, കുഞ്ഞ് കപ്സ്, കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ടർക്കിഷ് ഫുഡാണ്. അപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓപ്ഷൻസ് ഉണ്ട്, മീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇവരുടെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ട ഫുഡ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറേ സാലഡ്സ്, സ്പ്രൗട്ട്സ്, പാസ്താസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത് കൂടാതെ തന്നെ ജ്യൂസസ്, ഡെസേർട്ട്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ റെഡ് ടൂറിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഒരു പ്ലേറ്റ് നിറച്ച് കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ എടുത്തു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരുടെ ജ്യൂസസൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് ജ്യൂസാണ് കേട്ടോ. സൂപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വരുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ടർക്കിയിലെ സ്വീറ്റ്സ്, സോപ്സ്, പെർഫ്യൂംസ് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സ്വീറ്റ്സും ഇവിടുന്ന് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ളത് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ റെഡ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ കേസരിയിൽ നിന്ന് തിരിച്ച് ഇസ്താംബുളിലേക്ക് ഫ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇസ്താംബുളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹവാ ബസ്സാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഒരു 1 to 2 hours റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഹവാ ബസ് എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ചീപ്പായിരുന്നു കേട്ടോ ട്രാവൽ. ടാക്സീസൊക്കെ ഭയങ്കര റേറ്റ് പറയും. അപ്പോൾ നിങ്ങൾക്ക് ബസ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് നടക്കുകയാണ് കേട്ടോ. സ്ട്രീറ്റൊക്കെ ഞങ്ങൾ എത്തണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രാത്രി സമയമാണ് കേട്ടോ. പക്ഷെ അവിടെ ഫുള്ളും ലൈവ്ലിയാണ് കേട്ടോ. നല്ല മ്യൂസിക്കും ആൾക്കാരും എല്ലാം ആയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയിട്ട് നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.